ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഇന്ന് ഞാൻ ഡെൻമാർക്കിലെ കാലംബർഗിലാണുള്ളത്. ഒരു ഈവനിങ് വാക്കിനായിട്ട് വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ. അതൊരു സ്പെഷ്യൽ പ്ലേസിലോട്ടാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് മിനി ഫോറസ്റ്റ്. ദ സ്പെഷ്യാലിറ്റീസ് ഇറ്റ് ഈസ് ഇൻ ദ റൈറ്റ് മിഡിൽ ഓഫ് ദി സിറ്റി. നല്ല ഉണക്കക്കമ്പായിരുന്നു കേട്ടോ അത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇത് ഭയങ്കര വലിയൊരു തിക്ക് ഫോറസ്റ്റ് ഒന്നുമല്ല, ഇതൊരു ചെറിയ ഫോറസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഓട്ടം ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ലീവ്സൊക്കെ എല്ലാം നിലത്ത് വീണ് തുടങ്ങി. ആ ഒരു തിക്ക് ഫോറസ്റ്റ് ലുക്കൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ സമ്മറിൽ വിസിറ്റ് ചെയ്തപ്പോഴേക്കും ഭയങ്കര ഒരു തിക്ക് ഫോറസ്റ്റ് ആൻഡ് ഡാർക്ക് ആയിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അപ്പം ഇതൊരു വലിയൊരു ഫോറസ്റ്റ് അല്ലെങ്കിൽ പോലും ഇതിൻ്റെ റോള് ഭയങ്കര വലുതാണ്. ഇതിന് നമ്മൾ ഇവിടെ ഒരു സോഴ്സ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇതൊരു നേച്ചറിൻ്റെ ഒരു ഗ്രോ ബാക്ക് ആണ്. ഈവൻ ഇൻ ദ അർബൻ സ്പേസിലും ഒരു നേച്ചർ, ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മ്യൂണ് ഇടയ്ക്കിടയ്ക്ക് മാപ്സ് ബോർഡുകളും വെച്ചിട്ടുണ്ട്. നമ്മളെ പോലെ ഒരു ഈവനിങ് വാക്കിനിറങ്ങിയ വേറെ കുറച്ച് പേരെയും നമ്മൾ കണ്ടു. കുട്ടികളായിട്ടും ഡോഗ്സുമായിട്ടും ഒക്കെ ഒരു ഈവനിങ് വാക്കിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്പേസ്. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്കെയറി ആയിട്ടൊക്കെ ആദ്യം തോന്നിയെങ്കിലും പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര നല്ലൊരു സൗണ്ടും ബേർഡ്സിൻ്റെയും ഒരു ലീഫിൻ്റെയൊക്കെ ഒരു ഭയങ്കര നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ സൗണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ബിലീവ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നമ്മൾ നടന്നാൽ അപ്പുറത്തൊരു സിറ്റി ലൈഫാണ് ഉള്ളതെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. അത്രയും നല്ലൊരു ഫോറസ്റ്റ് ആയിരുന്നു അത്. ഈ ഒരു മിനി ഫോറസ്റ്റ് ഈ ഒരു സിറ്റിയിൽ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണെന്ന് തന്നെ പറയാം. എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നതും ഒരു ബയോഡൈവേഴ്സിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നതുമുണ്ട്. പിന്നെ ഒരു ഇൻസെക്ട്സിനും ബേർഡ്സിനും പ്ലാന്റ്സിനും ഒക്കെ ഒരു സേഫ് പ്ലേസും കൂടിയാണ്. അത് മാത്രമല്ല നമുക്ക് ആൾക്കാർക്കൊക്കെ ഇടയ്ക്ക് വരാനും കുറച്ചൊന്ന് മൈൻഡ് ഫ്രീ ആക്കാനും റീകണക്ട് വിത്ത് നേച്ചർ, ആ ഒരു സംഭവത്തിന് ഒരു അടിപൊളി പ്ലേസാണ്. എന്താ ചേട്ടാ എത്തിയാ ഇത്ര പെട്ടെന്നാ? So I really love how this forest show that cities and nature do not have to be separated. Even a small green space can make a big difference. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ വിജയിച്ചു. ഇതിനകത്ത് പക്ഷിന്റെ ഒക്കെ കാഷ്ടം മാത്രമുള്ളൂ. അത് ചാടുന്ന സിമ്പിൾ ഉണ്ട്. പക്ഷെ ഒരു കുട്ടിയിലും ഒരു വലുതിൽ ഇങ്ങനെ ചാടും. പറ്റിയാണോ? ഡോഗാണെങ്കിലും തൽക്കാലം ചേട്ടൻ ചാടിക്കോ. ഡോഗിന്റെ ആണെങ്കിൽ
ഐസേജിലൊക്കെ ആയ എവിടെയെങ്കിലും കാണിക്കോ എന്റെ വീഡിയോ? ഈ ഇല ഇതിന്റെ പച്ചയായിട്ടിരിക്കുന്ന നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട്. ആ ഓ ജെറ്റ് ഇത് ക്രോസ് എക്സായി എക്സ് വാ ഏത് നേരവും ഇപ്പൊ ഇങ്ങനെ ക്രോസ് ചെയ്തോണ്ടിരിക്കും അല്ലെ ജെറ്റ്? ഒന്നും വന്നില്ല. അതിന് പൈപ്പെടുത്തു പോയി. കള്ള പിടിച്ച് ആരെങ്കിലും മുമ്പ് പൊക്കോ വേണമെങ്കിൽ പൊക്കോ കണ്ടിട്ട് പേടിയാണ് നല്ലതാ. ലാലേട്ടൻ മണിച്ചിത്രത്താഴിലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കരഞ്ഞ കേട്ടാ. അതാണ് ഇവിടുത്തെ കാക്കാണ്. Thanks for walking with me today. If you enjoyed this peaceful walk, don't forget to like and follow my YouTube channel. See you soon in next vlog. Bye bye.